ഹലോ ഫ്രണ്ട്സ്, ഞങ്ങളിന്ന് ഹുണ്ടായുടെ ടക്സൺ എന്ന കാറായിട്ട് പെരുമല കയറാൻ പോവുകയാണ്. അതൊരു കുത്തനെയുള്ളൊരു കയറ്റാണ്. ആ കയറ്റം കയറാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു 5 ഫ്രണ്ട്സ് കൂടിയിട്ട് ഹുണ്ടായുടെ ടക്സൺ എന്ന കാറായിട്ട് മേലേക്ക് കയറാണ്. അപ്പോൾ മേലേക്ക് കയറുന്നതിന് കുറച്ച് മുമ്പ് ചെറിയൊരു ഇടവഴിയുണ്ട്. ഇതും കയറ്റം തന്നെയാണ്, കുത്തനെയുള്ള കയറ്റം അല്ലെങ്കിലും ഒരു സാധാ കയറ്റം തന്നെയാണ്. പിന്നെ കാറിന് കുറച്ച് പറയാച്ചെങ്കിൽ കാറ് 4x4 കാറാണ്. അപ്പോൾ ഞങ്ങൾ കുറച്ച് ദൂരം 4x4 ഇട്ട് ഓടിച്ചു. അപ്പം ഞങ്ങൾക്ക് ചെറിയ സംശയം, ഈ സാധാ കാറായിട്ട് പോകുന്ന കയറുമോ എന്നറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ 4x4 ഒഴിവാക്കിയിട്ട് സാധാ രീതിയിൽ കയറ്റി നോക്കിയിട്ടാണ്. അപ്പോൾ ഈ ഹുണ്ടായി കാറ് കയറുന്നുണ്ട്. ഇവിടെ നിന്ന് കിട്ടുള്ള ഒരു കുത്തനെയുള്ള കയറ്റാണ്. അപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ 4x4 മാറ്റിയിട്ട് സാധാ രീതിയിൽ കയറും. അപ്പോൾ അത് കയറുന്നുണ്ട്. കയറാൻ കാരണം എന്ന് വെച്ചാൽ തലേദിവസം മഴ പെയ്തിട്ട് ഈ മണ്ണൊക്കെ ഉറച്ചിരിക്കുന്ന കാരണം കൊണ്ട് സുഖമായിട്ട് കയറി. അപ്പോൾ ഞങ്ങൾ പെരുമലയുടെ മേലെത്തി. പെരുമലയുടെ മേലത്തെ വിശേഷങ്ങൾ കുഞ്ഞ് കാണാം. അങ്ങനെ ഞങ്ങൾ പെരുമലയുടെ മേലെത്തി. ആ മേലത്തെ എത്തിയ കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. ഇപ്പം എൻ്റെ ഫ്രണ്ടാണ് സഞ്ജു ആണ് ഈ വീഡിയോ എടുത്തത്. അവൻ കാറിലല്ല നടന്ന് കയറിയ. അപ്പം അതിൻ്റെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് അവൻ കാണിക്കുന്നുണ്ട്, കിതപ്പുണ്ട്. ഹലോ ഗൈസ്, വണ്ടിയാണ് കയറിയത്. ഞാൻ മല കയറി. അങ്ങനെ കതച്ച് പട്ടിയായ സഞ്ജു ഞങ്ങളുടെ അടുത്തേക്ക് പോകുന്നു. പാവം, അവൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഓടി കയറിയിട്ടാണ്. ഭയങ്കരമായിട്ട് കഷ്ടപ്പാടുണ്ടായിരുന്നു അവന്. സഞ്ജു വിചാരിച്ചിരിക്കുന്നത് 4x4 കയറിയെന്ന് വിചാരിച്ചേട്ടാ. ബാസിൻ ചേട്ടൻ പറഞ്ഞപ്പോഴും മനസ്സിലായത് സാധാ രീതിയിൽ കയറിയെന്ന്. അങ്ങനെ ഈ പെരുമലയുടെ മേലത്തെ ഒരു ക്ലൈമറ്റ് എന്ന് വെച്ചാൽ ചെറിയൊരു തണുപ്പുണ്ട്, അതുപോലെ വലിയ ചൂടുമില്ല. കാലത്തായ കാരണം കാലത്തൊരു 7:30 കൂടിയിട്ട് ഈ പെരുമലയുടെ മേലെത്തി. ഈ ശിവരാത്രി കഴിഞ്ഞ കാരണം കൊണ്ടാണ് പെരുമലയ്ക്ക് കയറാനുള്ള ഒരു ഗേറ്റ് ഓപ്പൺ ആക്കിയിരിക്കുന്നത്. അല്ലെങ്കിൽ ഇത് ക്ലോസ് ആയിരിക്കും. അത് കാരണം നമുക്ക് വാഹനങ്ങൾ ഇതിൻ്റെ മേലേക്ക് കയറ്റാൻ പറ്റില്ല. ഇതിപ്പോൾ ഈ ശിവരാത്രി കഴിഞ്ഞിട്ട് ഇതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ സാധനങ്ങളൊക്കെ അഴിച്ചു കൊണ്ടുപോകാനുള്ള കാരണം കൊണ്ടാണ് അവിടെ ഗേറ്റ് തുറന്നിരിക്കുന്നത്. ഇപ്പം ഞങ്ങൾ നടന്നു പോകുന്നത് ഇതിൻ്റെ അപ്പുറത്തെ ഭാഗത്തൂടെ ഇറങ്ങി താഴത്തേക്ക് ഇറങ്ങാൻ പറ്റും. അതുകൂടെ വാഹനങ്ങൾ കയറില്ല. അതായത് മഴുവഞ്ചേരി വരുന്ന വഴി കൂടിയാണ് ഈ അറക്കം നമ്മൾ എത്തിച്ചേരുക. ഈ പെരുമലയുടെ ശരിക്കുള്ള ലൊക്കേഷൻ എന്ന് വെച്ചാൽ കേച്ചേരിയിൽ നിന്ന് വേലൂർക്ക് പോകുന്ന വഴിയിൽ ഫസ്റ്റ് റൈറ്റ് സൈഡ് കൂടെ പോയി കഴിഞ്ഞാൽ, ആ ബ്ലോക്ക് കഴിഞ്ഞിട്ട് ഫസ്റ്റ് റൈറ്റ് സൈഡ് കൂടെ പോയി കഴിഞ്ഞാലാണ് ഈ പെരുമലയിലേക്ക് കയറാനുള്ള വാഹനങ്ങൾ കയറാനുള്ള വഴി നമുക്ക് കാണാം. അതുപോലെ കേച്ചേരിയിൽ നിന്ന് കൈപ്പറമ്പിൽ പോകുന്ന വഴിയിൽ മഴുവഞ്ചേരിയിൽ നിന്ന് ലെഫ്റ്റ് എടുത്ത് പോയി കഴിഞ്ഞാലും ഈ വഴിയിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ അതുകൂടെ വാഹനങ്ങൾ കയറാൻ പറ്റില്ല. അവിടെ ഒരു അമ്പലത്തിൻ്റെ ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ബസ്തിക്കാണ് നമ്മളിപ്പോൾ ഇറങ്ങിപ്പോകുന്നത്. ഈ വശത്തുകൂടെ ഇറങ്ങി പോകാനായിട്ട് ഒരു ഹാൻഡ് റെയിലൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പം മഴ പെയ്ത കാരണം കൊണ്ട് അതിൻ്റെ പൊടിയില്ല, നിരങ്ങി പോക്കൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഗ്രിപ്പ് ഉണ്ട് ഇപ്പം നമുക്ക് ഇറങ്ങി പോകാനായിട്ടിട്ട്. അല്ലെങ്കിൽ ഈ സമയത്ത് ഇവിടെയൊക്കെ ഒരു ചരൽ മണ്ണായ കാരണം കൊണ്ട് കാല് വഴിക്ക് പോകാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ടാണ് ആ സൈഡിൽ ആ ഇരുമ്പിൻ്റെ ഹാൻഡ് റെയിൽസ് വെച്ചിട്ടുള്ളത്. ഇത് ഒന്ന് ശ്രദ്ധിച്ചാൽ പ്രകൃതിയുടെ അതിമനോഹരമായിട്ടുള്ള സൗണ്ടുകൾ കേൾക്കാട്ടോ അവിടെ. അത്രയും കാം ആൻഡ് ക്വൈറ്റ് ഏരിയ ആണ് ഇപ്പോൾ ഇവിടെ. ഇവിടെ നിന്ന് സൂം ചെയ്ത് നോക്കി കാണാൻ പറ്റുന്ന ഈ ഒരു ബിൽഡിംഗ് ഉണ്ട്. ഇത് കൈപ്പറമ്പ് പള്ളിയാണ്. പുതുതാക്കി ഉണ്ടാക്കിയ കൈപ്പറമ്പ് പള്ളിയാണ്. ഹൈവേ റോഡിൽ നിന്ന് കാണാൻ പറ്റുന്ന പള്ളിയാണ്. നമുക്ക് ഇവിടുന്ന് സൂം ചെയ്ത് നോക്കിയാൽ കാണാൻ പറ്റുന്നത്. ഇപ്പോൾ ചെറിയൊരു മൂടൽ മഞ്ഞുള്ള കാരണം കൊണ്ടാണ് ഇച്ചിരി ക്ലാരിറ്റി കുറവ്, അല്ലെങ്കിൽ വ്യക്തമായിട്ട് കാണാൻ പറ്റും. ഇച്ചിരി മടിയിലെ കാരണം കൊണ്ട് താഴത്തേക്ക് ഇറങ്ങണ്ടെന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷെ അവർ വിളിച്ച കാരണം കൊണ്ട് പിന്നെ പോവാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പം അതൊക്കെ ഞാൻ ഇറങ്ങി താഴത്തേക്ക് പോയി. ഇനി അതൊക്കെ കയറണമല്ലോ എന്നുള്ളൊരു വിഷമമുണ്ട് എനിക്ക്. എന്നാലും
കാലത്തായ കാരണം കൊണ്ട് ഒരു ജോഗിങ് ആവാലോ വെച്ചിട്ട് ഞാൻ താഴത്തേക്ക് ഇറങ്ങി. ഞങ്ങൾ വന്ന സമയത്ത് അധികം ആൾക്കാർ ഇവിടെ ഇല്ല, അല്ലെങ്കിൽ ശനി ഞായർ ദിവസങ്ങളിൽ കുറച്ച് ആൾക്കാർ ഇവിടെ കാണാറുണ്ട്. ഒരു എക്സസൈസിന് മല കയറാൻ വരുന്ന ആൾക്കാരും അതുപോലെ തന്നെ നല്ലൊരു ബ്രീത്ത് എടുക്കാനൊക്കെ ആയിട്ട് പറ്റിയൊരു നല്ലൊരു അറ്റ്മോസ്ഫിയർ ഏരിയ ആണ് ഇവിടെ. മഴ പെയ്തിട്ട് ഇച്ചിരി ചരൽ മണ്ണൊക്കെ ഇവിടെ നിന്ന് ഒലിച്ചു പോയിട്ടുണ്ട്. ആ ഭാഗങ്ങളിൽ ഓൾറെഡി സിമെന്റ് ചാക്കില് മണ്ണൊക്കെ തേച്ചിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് കയറേണ്ട സ്ഥലം. ഇതാണ്. അപ്പൊ ഞാൻ പതുക്കെ താഴത്തേക്ക് ഇറങ്ങി. കൂടെ വന്ന പോളും സഞ്ജയും ജാക്സണും ബാസിനൊക്കെ താഴത്ത് ഓൾറെഡി എത്തി. എന്നെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക. അപ്പോ ഈ ദൂരൊക്കെ ഞാൻ വീണ്ടും കയറണമെന്ന് ആലോചിച്ചിട്ടാണ് ഞാൻ പതുക്കെ വിഷമിച്ച് ഇറങ്ങണത്. എന്നാലും കുഴപ്പമുണ്ടായിരുന്നില്ല. ഒരു കിതപ്പൊന്നും ഇറങ്ങുമ്പോൾ എനിക്കുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ പതുക്കെ ഞാൻ അവരുടെ അടുത്തേക്ക് ഇറങ്ങിപ്പോന്നു. അപ്പോൾ ഞാൻ താഴത്തെ ഏകദേശം എത്താറായിട്ടുണ്ട്. ഇവിടെ ഒരു കവാടമുണ്ട്, ഈ കാണുന്ന കവാടം. ഈ കവാടത്തൂടെയാണ് ഈ അമ്പലത്തേക്ക് കയറുന്ന ഒരു വഴിയുള്ളത് കേട്ടോ. അതേ മഴുവഞ്ചേരിയിൽ നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് ഇവിടെ നിർത്തിയിട്ട് വേണം, നടന്നിട്ട് വേണം കയറാനായിട്ട്. ഇതാണ് ശരിക്കുള്ള പെരുമലയുടെ എൻട്രൻസ്. മേലെ കണ്ട ശിവന്റെ അമ്പലത്തേക്കുള്ള എൻട്രൻസ് ഇതാണ്. നമ്മളപ്പുറത്തോടെ വണ്ടിയിൽ കയറാൻ വേണ്ടിയിട്ടാണ് അപ്പുറത്തൂടെ വന്നത്. അതായത് വേലൂർ വഴിക്കുള്ള എൻട്രൻസൂടെ വന്നത് വണ്ടിയിൽ കയറാൻ വേണ്ടി. അതുകൂടെ നടന്ന് കയറാനായിട്ട് ഇച്ചിരി പാടാണ്. വാഹനങ്ങൾക്ക് മാത്രമാണ്, അത് 4x4 വാഹനങ്ങൾക്ക് മാത്രമാണ് കയറാൻ കൂടുതൽ സൗകര്യം. അപ്പോൾ ഞങ്ങൾ കുറച്ചു നേരം അവിടെ വർത്തമാനം പറഞ്ഞ് വീണ്ടും തിരിച്ച് കയറാനുള്ള തത്രപ്പാടായി. കാരണം വെച്ചാൽ അവിടെ എത്തിക്കഴിഞ്ഞിട്ട് ഞങ്ങളൊക്കെ ബിസിനസ്സുകാരാണ്, കട തുറക്കാനുള്ളതാണ്. അപ്പോൾ ഞങ്ങൾ പതുക്കെ അവിടെ നിന്നിച്ചിട്ട് തിരിച്ചു കയറാനുള്ള കാര്യങ്ങൾ നോക്കി തുടങ്ങി. ആദ്യം ഞാൻ തന്നെ കയറി. കാരണം വെച്ചാല് അവസാനം ഞാൻ അവിടെ കയറി എത്തുള്ളൂ. അപ്പൊ ആദ്യം കയറി കഴിഞ്ഞാൽ ഇച്ചിരി ലീഡില് ഫ്രണ്ടിലെത്താലോ. പക്ഷെ ആദ്യം കുഴപ്പമുണ്ടായിരുന്നില്ല. പകുതി എത്തുമ്പോഴേക്കും ഞങ്ങൾ കതച്ച് പട്ടിയായിട്ട് അവിടെ നിന്ന് തുടങ്ങി. ഈ ബാസ്റ്റിൻചാട്ടനാണ് ഞങ്ങൾക്ക് ഈ ഒരു മാർഗം കാണിച്ചു തന്നത്. ആള് സ്ഥിരമായിട്ട് വരാറുള്ള സ്ഥലമാണെന്ന് പറഞ്ഞു. ഒരു കൊല്ലം കംപ്ലീറ്റ് എല്ലാ ദിവസവും വന്നിട്ടുണ്ടെന്ന് ആള് പറയുന്നത്, ഇതുപോലെ ട്രക്കിങ്ങിന് വേണ്ടിയിട്ട്. ആ കാരണം കൊണ്ട് ആള് പുല്ല് പോലെ കയറിപ്പോയി. ഞങ്ങള് കുറച്ച് കഴിഞ്ഞപ്പോ ഒരു കമ്പിയും പിടിച്ച് അവിടെ കതച്ച് നിന്ന് തുടങ്ങി. ഞങ്ങളുടെ ലക്ഷ്യം ആ സൈഡിൽ കെട്ടിയിട്ടുള്ള കമ്പിയാണ്. കമ്പിയെ കുറിച്ച് നിൽക്കാനാണ് ഒരു കാരണപ്പെട്ട്. ഒന്നും നമ്മുടെ ബസ് സ്റ്റാൻഡിന്റെ വിഷയമല്ല കേട്ടോ. ആള് എപ്പോഴും പുല്ല് പോലെ കയറിപ്പോയിക്കൊണ്ടിരിക്കുക. അല്ല പക്ഷെ സാധാരണ സ്ലിപ്പാവാറുള്ളതാ. ഞാൻ നീ പോണു എല്ലാം സാധാരണ മഴ പെയ്തോ 100 മീറ്റർ കയറി. മഴ പെയ്ത കാരണം അവിടെ ഇങ്ങനെ കയറിയില്ല. പിടി നീ അപ്പൊ ചാട്ടൊക്കെ ഉണ്ടാവും. അങ്ങനെ ഏകദേശം ഞങ്ങള് അമ്പലത്തിന്റെ അവിടെ കയറി എത്താറായി. അപ്പോഴും ഞങ്ങൾ ഇങ്ങനെ നിൽക്കുക. ബസ് സ്റ്റാൻഡ് അവിടെ എത്തിയിട്ടാണ്, ഏറ്റവും ടോപ്പിലെത്തി. എന്നിട്ട് ഞങ്ങൾക്ക് അവിടെ കുറച്ച് റെസ്റ്റ് എടുക്കണം. അതുപോലെ കാറ് തിരിച്ചിറക്കണ വീഡിയോ എടുക്കും. ഇറക്കാനും ഇതുപോലെ തന്നെ ഭയങ്കര റിസ്ക്കാന്ന് പറഞ്ഞു. ഈ കാണുന്നതാണ് ശിവന്റെ അമ്പലട്ടാണ്. ശിവരാത്രിയാണ് നല്ല ഒരു പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ് കേട്ടത്. ഇത് നമുക്ക് ഹൈവേ റോഡിലൂടെ പോകുമ്പോൾ കാണാൻ പറ്റും. ഇതിൻ്റെ അകത്ത് ഒരു ലൈറ്റൊക്കെ ഇട്ടിട്ട് കാണാൻ പറ്റായിരുന്ന ഒരു സ്ഥലമാണ് കേട്ടത്.
അങ്ങനെ ഞങ്ങൾ മേലെ എത്തി. കുറച്ച് നേരം ഞങ്ങളെല്ലാവരും കൂടി അവിടെ ഇരുന്ന് വർത്താനം പറഞ്ഞ് കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് തിരിച്ച് പോവാനുള്ള കാര്യങ്ങൾ നോക്കി തുടങ്ങി. കാരണം വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമുക്ക് കടകൾ തുറക്കാൻ നിന്ന്. അപ്പോൾ എല്ലാവരും വണ്ടിയിൽ നിന്ന് കയറി. എന്നെ ചതിച്ചുകൊണ്ട് സഞ്ജു വണ്ടിയിൽ കയറി. അപ്പം ഞാൻ തന്നെ വീഡിയോ എടുക്കണം, ഇറങ്ങണം. ഇറക്കം ആയ കാരണം കൊണ്ട് കുഴപ്പമില്ല, അപ്പം അതൊക്കെ ഇങ്ങനെ ഇറങ്ങി പോവാലോ. പിന്നെ ബാസ്റ്റിൻ ചേട്ടനെ വണ്ടി കയറ്റിയിട്ട് മറക്കിയിട്ട് നല്ല പരിചയമുള്ള കാരണം കൊണ്ട് കുഴപ്പമില്ല. ആള് ഒരു കൊല്ലം വന്ന് വണ്ടി കയറ്റാറില്ല തന്നെ പറഞ്ഞു. അങ്ങനെ വണ്ടി ഇറക്കാനായിട്ട് ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏതാ റോഡെന്ന് പോലെ എനിക്ക് അറിയുന്നില്ല കേട്ടോ, ഏത് കൂടി ഇറക്കാന്ന്. കാരണം വെച്ചാൽ അത്രയും കുത്തനെയുള്ള താഴ്ത്തിക്കുകൾ ഇറക്കാണ്. അപ്പോൾ ബാസ് ഞാൻ അറിയില്ല ഇറക്കാന്ന്. അപ്പോൾ അവർ ഏതാ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതോടെ തിരിച്ചു. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ മാത്രമാണ് ഒരു റോഡ് താഴ്ത്തിക്ക് കാണുന്നത്. താഴ്ത്തിക്കുള്ള ഒരു വഴി കാണുന്നത്. ഇതിവിടെ വേണം ഇറക്കാനായിട്ട്. ഇത് ഇറക്കുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. കാരണം വെച്ചാൽ വണ്ടി ഇങ്ങനെ സ്കിഡ് ചെയ്ത് താഴ്ത്തിക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഇറക്കാനായിട്ട് എന്തായാലും 4 വീലർ എൻ്റെ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. കാരണം വെച്ചാൽ വണ്ടി നമ്മൾ ബ്രേക്ക് പിടിക്കുമ്പോൾ സ്കിഡ് ചെയ്ത് പോകണം. ബാറ്റാദ്യം സാധാരണ ഇറക്കാൻ നോക്കി. അപ്പോൾ തീരെ സ്കിഡ് ചെയ്ത് പോണ കാരണമുണ്ട്. അപ്പം എന്നെ മാറ്റി 4x4 കിട്ടും. ബസ് ഞാനെ നന്നായിട്ട് പ്രാക്ടീസ് ഉള്ള കാരണം കൊണ്ട് ഞങ്ങൾക്ക് നല്ലൊരു ധൈര്യം ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഈ വണ്ടി ഇപ്പം സ്കിഡാവും. ഇതുവരെ ഞങ്ങൾ 2 സാധാ വണ്ടി ഇതിലിട്ടുണ്ടായിരുന്നു, സ്കിഡായി. അപ്പോൾ ഇതിന് ശേഷമാണ് ഞങ്ങളത് 4x4 കിട്ടുന്നത്. അപ്പോൾ പിന്നെ പതുക്കെയാണ് അതിൻ്റെ ഒരു പോകുന്നത്. അതിന് സ്കിഡ് ചെയ്യാണ്ട് നല്ല രീതിയിൽ ഇറങ്ങാൻ പറ്റുന്നുണ്ട്. അപ്പോൾ കയറ്റാൻ സാധാ രീതിയിൽ കയറ്റിയാലും ഇറക്കുമ്പോൾ 4x4 വേണം. ഈ വീഡിയോ കണ്ടിട്ട് ആരും ഇതുപോലെ കാറ് കയറ്റാനായിട്ട് വരാൻ നിൽക്കണ്ട. കാരണം എന്ന് വെച്ചാൽ ഒന്നാമത് ആ ഗേറ്റ് ചിലപ്പോൾ അവിടെ അടഞ്ഞിരിക്കും. രണ്ടാമത് ഇതുപോലെ പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ കാറ് കൊണ്ടിട്ട് ഇറക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ കയ്യിൽ പോവുകയും അതുപോലെ സ്കിഡിങ് വരണം. ഇത് 4x4 ആയിട്ട് ഇതുപോലെ സ്കിഡിങ് വരും. മഴ പെയ്ത കാരണം കൊണ്ടാണ് വലിയ കുഴപ്പമില്ലാണ്ട് ഇറങ്ങാൻ പറ്റുന്നത്. നിങ്ങൾക്ക് ഇറക്കുമ്പോൾ പേടിയുണ്ടായാലും ഏറ്റവും കൂടുതൽ പേടിയുള്ളത് ഇപ്പോൾ പോളുവിനാണ്. കാരണം വെച്ചാൽ പോളുവിൻ്റെയാണ് കാറ്. അവന് ചെറിയൊരു ഉള്ളുവിളിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ താഴത്തേക്ക് ഇറക്കി കഴിഞ്ഞപ്പോഴാണ് സമാധാനമായത്. അപ്പോൾ ഞാൻ പതുക്കെ എൻ്റെ വീഡിയോ അവസാനിപ്പിച്ചിട്ട് ഞാൻ ജാക്സിന് എൻ്റെ ക്യാമറ കൈമാറി. കാരണം വെച്ചാൽ ഞാൻ കഥച്ചു തുടങ്ങി. വെറുതെ പിടിച്ചാ പോലെ ഫ്രണ്ടല്ല, 1 മിനിറ്റ് നിൽക്കപ്പോ. അങ്ങനെ ഞങ്ങൾ തിരിച്ചിറങ്ങി. ഇത് വലിയ കുഴപ്പമില്ലാത്ത സ്ഥലമാണ്. ഇവിടെ ഒന്നും ഇത് വലിയ കുഴപ്പമില്ല, സാധാ വണ്ടികൾക്ക് കാരണം തന്നെയാണ്. പക്ഷെ അടി തട്ടാണ്ട് നോക്കിയാൽ മതി എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ ഇതുകൂടെ ഇറങ്ങി വേലൂര് കേച്ചേരി റോഡിലേക്ക് ആണ് ഈ റോഡ് വന്ന് മുട്ടുക. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇവിടത്തോളം വരെയൊക്കെ ബൈക്കുകൾ കയറുള്ളൂ കേട്ടോ. അതിനുശേഷം ബൈക്കുകളൊന്നും കയറില്ല. ഒരു പ്രാവശ്യം ഒരുത്തം ബൈക്ക് കയറ്റി എന്ന് പറഞ്ഞു. അത് താഴത്തേക്ക് അടപടലം പോയി എന്നും പറഞ്ഞു. അത് ബസ് ഞാനും വന്നിട്ടുള്ള അറിവാണ് കേട്ടോ, ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഞങ്ങൾ പതുക്കെ താഴത്ത് ഇറങ്ങി. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വേറെ ഫ്രണ്ട്സായിട്ട് ഇതുപോലെ പെരുമല കയറാനായിട്ട് ഞങ്ങൾ വരുന്നു. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ. ഹലോ ഗൈസ്, അപ്പോൾ ഞങ്ങൾ ഒരു ട്രിപ്പ് കഴിഞ്ഞ് ഇറങ്ങിയിരിക്കുകയാണ്. പെരുവന്മല, തൃശ്ശൂർ ജില്ലയിലുള്ള എല്ലാവരും വരിക. ഈ ഗേറ്റ് എപ്പോഴും തുറക്കില്ല. ഇപ്പൊ ഇതെന്ന് തുറന്നുണ്ട്, നാളെ വരുമെന്ന് അറിയില്ല. ഇത് കണ്ട എല്ലാവരും വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടും.